ഗസയെ പിന്തുണച്ചതിന് മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകൾ ഇസ്രായേൽ ബഹിഷ്കരിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് 88-ാമത്തെ വയസ്സിൽ ജോൺ പോൾ മാർപ്പാപ്പ വിട പറയുന്നത്. ലോകത്താകമാനമുള്ള രാഷ്ട്ര തലവന്മാർ മുഴുവനും പങ്കെടുത്ത വലിയ രീതിയിലുള്ള മരണാനന്തര ചടങ്ങാണ് ഇറ്റലിയിലെ വത്തിക്കാനിൽ വെച്ച് നടന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അത് 4 ദിവസം കഴിഞ്ഞ ശേഷം ഏപ്രിൽ 26-നാണ് ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ ഉണ്ടായത്. 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ലോകത്താകമാനമുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾ പങ്കെടുത്ത സമയത്ത് ഇസ്രായേലിന്റെ ഭരണാധികാരികളെ പല രാജ്യങ്ങളും തിരഞ്ഞു എന്നുള്ളതാണ്. കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ ഇതിൽ പങ്കെടുത്തു. എന്നാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ആരെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ അവിടുത്തെ വത്തിക്കാനിലെ അംബാസഡർ ആരോൺ സെഡ്മാൻ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഈ സംഭവങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പാപ്പാപ്പയെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കുന്ന രീതിയാണ് എന്നുള്ളതും ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിനപ്പുറമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും മാർപ്പാപ്പയോട് വൈരം വെച്ച് പുലർത്തുന്നത് അദ്ദേഹം ഗസയെ പിന്തുണക്കുന്നു എന്ന കാര്യം കൊണ്ട് മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.